ഒന്നിനു പിറകെ ഒന്നായെത്തി പരാജയം രുചിക്കുന്ന ബയോപിക്കുകളും കെട്ടിലും മട്ടിലും ബ്രഹ്മാണ്ഡമെന്ന് വിളിച്ചോതിയെത്തി വിജയിച്ച വിരലിലെണ്ണാവുന്ന ചിത്രങ്ങളും ഇതായിരുന്നു കുറച്ചുനാൾ മുമ്പ് വരെ ബോളിവുഡ് സിനിമ. പഠാനും ജവാനും അനിമലും പോലുള്ള ഏതാനും ചിത്രങ്ങൾ മാത്രമാണ് 2023 ബോളിവുഡിന് ആശ്വസിക്കാനുള്ള വക നൽകിയത്. അക്കൂട്ടത്തിൽ ഒരു കുഞ്ഞു ചിത്രം, ആർക്കും ഭീഷണിയാവില്ലെന്ന് ഏവരും വിശ്വസിച്ചിരുന്നൊരു ചിത്രം ഹിന്ദി സിനിമാ ലോകത്ത് പുതിയ ചരിത്രം സൃഷ്ടിച്ചു. സിനിമകൾ തിയേറ്ററിൽ പരാജയമായി OTT റിലീസിലേക്ക് എത്തുമ്പോൾ വൻ റീച്ചിലെത്തുന്ന ഈ സാഹചര്യത്തിൽ 12th ഫെയിലും അത്തരത്തിൽ തിയേറ്ററിൽ യാതൊരു പ്രകമ്പനവും സൃഷ്ടിക്കാതെ OTTയിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. വിധു വിനോദ് ചോപ്ര രചനയും നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച 12th ഫെയിലായിരുന്നു ആ സൈലന്റ് ഹിറ്റ് ചിത്രം. വിക്രാന്ത് മാസിയും മേധാശങ്കറുമായിരുന്നു പ്രധാന വേഷങ്ങളിൽ. യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി അനുരാഗ് പഥക് എഴുതിയ നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ചിത്രം. IMDbയിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ലഭിച്ച ഇന്ത്യൻ ചിത്രമെന്ന നേട്ടവും ഇനി 12th ഫെയിലിന് സ്വന്തമാണ്. ഏറ്റവും മികച്ച 250 ഇന്ത്യൻ സിനിമകളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്താണ് ചിത്രം. 10ൽ 9.2 ലഭിച്ചിരിക്കുന്ന റേറ്റിംഗ്. 1993 അനിമേറ്റഡ് ചിത്രം രാമായണ ദി ലെജൻഡ് ഓഫ് പ്രിൻസ് രാമ, മണിരത്നം ചിത്രം നായകൻ ഹൃഷികേശ് മുഖർജിയുടെ ഗോൾമാൽ, റോക്കട്രി, ദി നമ്പി എഫക്ട് എന്നിവയാണ് ആദ്യ 5ൽ ഇടം പിടിച്ച മറ്റ് സിനിമകൾ. 2019 അനുരാഗ് പഥക് എഴുതിയ നോവലാണ് സിനിമയ്ക്ക് ആസ്പദമായത്. 12ാം തരം തോറ്റിട്ടും പഠിക്കാനുള്ള ഉത്സാഹവും അധ്വാനിക്കാനുള്ള മനസ്സും കൊണ്ട് IPS ഉദ്യോഗസ്ഥനായ മനോജ് കുമാർ ശർമ്മയുടെ കഥയായിരുന്നു പഥക്കിന്റെ നോവലിന്റെ പ്രമേയം. 12th ഫെയിൽ സിനിമയും ഇതേ വിഷയം തന്നെയാണ് സംസാരിക്കുന്നത്. സിനിമയിലും നോവലിലും മനോജ് കുമാർ ശർമ്മയുടെ ഭാര്യയും സിവിൽ സർവീസ് ജേതാവുമായ ശ്രാദ്ധ ജോഷിയും കഥാഗതിയിൽ ഉടനീളമുണ്ട്. ഇവരുടെ ജീവിതമാണ് സിനിമയിൽ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നതെങ്കിലും യഥാർത്ഥ ജീവിതത്തിലെ മനോജ് ശർമ്മയും സിനിമയിലെ മനോജ് ശർമ്മയും കടന്നുവന്ന വഴികളും അവരുടെ പശ്ചാത്തലവും വ്യത്യസ്തം തന്നെയാണ്. വിക്രാന്ത് മാസിയാണ് മനോജ് കുമാറായി സിനിമയിലെത്തിയത്. മേധാശങ്കർ ശ്രദ്ധ ജോഷിയെ അവതരിപ്പിച്ചു. അനന്ത് വി ജോഷി, അൻഷുമാൻ പുഷ്കർ, പ്രിയാൻഷു ചാറ്റർജി തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന വേഷങ്ങളിലെത്തിയത്. ചിത്രം ബോക്സ് ഓഫീസിലും വിജയം കൊയ്തു. മനോജ് കുമാർ ശർമ്മയുടെയും ശ്രദ്ധ ജോഷിയുടെയും ജീവിതത്തിന്റെ നേർസാക്ഷ്യമല്ല യഥാർത്ഥത്തിൽ 12th ഫെയിൽ. അവരുടെ ജീവിതത്തിൽ നിന്നും പ്രചോദനം കൊണ്ട് വിധു വിനോദ് ചോപ്ര പുതിയൊരു കഥാന്തരീക്ഷം രൂപപ്പെടുത്തുകയായിരുന്നു. പക്ഷേ കഥാപാത്രങ്ങളുടെ പേരുകളെല്ലാം യഥാർത്ഥത്തിൽ ഉള്ളവരുടേത് തന്നെയായിരുന്നു. വേണ്ടിടത്ത് ആവശ്യമായ അളവിൽ സിനിമാറ്റിക് ആക്കിയിട്ടുമുണ്ട്. നിശ്ചയദാർഢ്യമുള്ള അജയ്യനായ മനോജ് ജീവിതത്തിൽ വലിയ അഭിലാഷങ്ങളുള്ള എല്ലാ സാധാരണക്കാർക്കും പ്രചോദനമാണ്. പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക്. മനോജിന്റെ യാത്ര അവരെ സ്വപ്നം കാണാനും ആ സ്വപ്നം സാക്ഷാത്കരിക്കാനും തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യാനും പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇങ്ങനെയൊരു ചിത്രം സിനിമ ആസ്വാദകർക്ക് മുന്നിലെത്തിച്ച സംവിധായകൻ വിധു വിനോദ് ചോപ്രയ്ക്കിരിക്കട്ടെ ഹൃദയത്തിൽ നിന്നും ഒരു കയ്യടി.